മനുഷ്യ മനസ്സുകളെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന ഒന്നാണ് കടബാധ്യത എന്നുള്ളത്. വർഷങ്ങളായി പിതാക്കന്മാരുടെ കാലം തൊട്ട് എന്നും കടം 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 എന്ന് കേട്ട് മനസ്സ് തകർന്നുപോയ ധാരാളം പേരുണ്ട്. എൻ്റെ കടബാധ്യത എന്ന് തീരും? എൻ്റെ അപ്പൻ്റെ കാലത്ത് കടം, എൻ്റെ കാലത്ത് അത് തീരുമെന്ന് വിചാരിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാലത്തും കടം. കടബാധ്യത മനുഷ്യ മനസ്സുകളെ വല്ലാതെ തകർക്കുന്നു. വേദപുസ്തകം ഉറപ്പ് തരികയാണ്, നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കുന്നവനായി. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയും. വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണ്, നിന്റെ സ്ഥിതി മാറ്റി ഇന്ന് വായ്പ വാങ്ങുന്നവനായ നിന്നെ അനേകർക്ക് വായ്പ കൊടുക്കുന്നവനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അടഞ്ഞുപോയ കവാടങ്ങൾ ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് ചിന്തിച്ച വാതിലുകളൊക്കെ എന്റെ ദൈവത്തിന് തുറന്നിട്ട് തരുവാൻ കഴിയും. ഞാൻ നിനക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിൽ തുറക്കും. മലാഖിയുടെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് തലം പോരാതെ വരുവോളം നിന്റെ മേൽ അനുഗ്രഹം പകരുകയില്ലേ. സ്നേഹിത, സകല വഴികളും അടയുമ്പം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ആ വഴികൾ നിനക്ക് വേണ്ടി വളരെ പെട്ടെന്ന് തുറന്നു വരും. സ്തോത്രം. കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ലജ്ജിക്കുകയില്ല എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കുന്നവനായി. ഒരു ശാപം പോലെ മനുഷ്യ മനസ്സുകളെ വേട്ടയാടുന്ന ഏറ്റവും വലിയ കാര്യമാണ് കടക്കെണി. കുടുങ്ങിയും കുരുങ്ങിയും കിടക്കുന്ന ഫൈനാൻഷ്യൽ ലൈബിലിറ്റികൾ ഇനിയും പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ലെന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ചിലരെ വല്ലാതെ ബാധിച്ചിരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുക. വായ്പ വാങ്ങിക്കുന്ന നിന്നെ വായ്പ കൊടുക്കുന്നവനാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കർത്താവ് നിനക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകളെ തുറന്നിട്ട് തരട്ടെ. അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്ക്, നീ പരാജയപ്പെടത്തില്ലെന്ന് വചനം ഉറപ്പു തരിക. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. ഹല്ലേലൂയ. ആമീൻ. ഞങ്ങൾ വായ്പ വാങ്ങിക്കുന്ന ഞങ്ങളെ വായ്പ കൊടുക്കുന്നവരാക്കി മാറ്റാമെന്ന് വചനം പറഞ്ഞില്ല കർത്താവ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ. കുരുങ്ങിയും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഫൈനാൻഷ്യൽ മേഖലകൾ അവർക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കണമേ കർത്താവ്. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിന്റെ സ്ഥിതി മാറും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.